വിലമതിക്കുന്ന റഷ്യയുടെ അഭിമാനമായ ഒരു അത്യാധുനിക ഹെലികോപ്റ്റർ കടലിന് നടുവിൽ അതീവ സുരക്ഷയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. റഷ്യൻ നാവികസേനയുടെ സർവ്വസന്നാഹങ്ങളും കാവലുണ്ട്. പക്ഷേ എവിടെ നിന്നില്ലാതെ മിന്നൽ പോലെ ഒരു കൊച്ചു ഡ്രോൺ പാഞ്ഞെത്തുന്നു. അടുത്ത നിമിഷം എല്ലാം വെറും പുകയും ചാരവും. അതെ, ബ്ലാക്ക് സീയിലെ കരിങ്കടലിലെ യുദ്ധമുഖത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് അവിശ്വസനീയമായ വാർത്തകളാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളെ റീറൈറ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലൂടെ യുക്രൈൻ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുടെ കരുത്തുറ്റ KA-27 നേവി ഹെലികോപ്റ്ററിനെ ഒരു ചെറിയ FPV ഡ്രോൺ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു. അതും ചരിത്രത്തിൽ ആദ്യമായി ഒരു സീ ബേസ്ഡ് ഡ്രോൺ കാരിയറിൽ നിന്ന് വിക്ഷേപിച്ചിട്ട്. ഇത് വെറുമൊരു ആക്രമണമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. വമ്പൻ രാജ്യങ്ങളുടെ പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇനി കടൽ അത്ര സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ്. എന്താണ് ബ്ലാക്ക് സീയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് യുക്രൈൻ ഈ അസാധ്യമായ നീക്കം നടത്തിയത്? വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ വിവാദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 5-ാം തീയതി രാത്രിയിലാണ്. സമയം വളരെ വൈകിയിരുന്നു. കരിങ്കടലിലെ ഗോളിറ്റ്സൻ ഗ്യാസ് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന ഷിവാഷ് ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോം ലക്ഷ്യമിട്ട് യുക്രൈനിയൻ സ്പെഷ്യൽ ഫോഴ്സും നാവികസേനയും ഒരു അതീവ രഹസ്യ നീക്കം നടത്തി. വെറും ഒരു എണ്ണഖനന പ്ലാറ്റ്ഫോം എന്നതിലുപരി സിവാഷ് പ്ലാറ്റ്ഫോമിനെ റഷ്യ ഒരു വലിയ മിലിറ്ററി ഹബ്ബാക്കി മാറ്റിയിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം. അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഇനി ഹൈടെക് സർവൈലൻസ് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ റിലേ നോഡുകൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ, അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒഡേസയിലേക്കും മൈക്കലോവിയയിലേക്കും വിക്ഷേപിക്കുന്ന ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് ഓഫീസ് ആയിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം. ഇത് തകർക്കാതെ യുക്രൈന് തങ്ങളുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ഈ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റഷ്യയുടെ KA-27 ഹെലികോപ്റ്ററിന്റെ തകർച്ചയാണ്. നേവി ഹെലികോപ്റ്ററുകളിൽ വളരെ പവർഫുൾ ആയ ഒന്നാണ് ഇത്. സമുദ്രത്തിനടിയിലെ സബ്മറൈനുകളെ കണ്ടെത്താൻ പ്രത്യേകമായി നിർമ്മിച്ച ഈ ഹെലികോപ്റ്റർ റഷ്യൻ നാവികസേനയുടെ കണ്ണും കാതും പോലെയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണെന്നോ? ഈ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു യുക്രൈനിയൻ FPV ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ മിന്നൽ വേഗത്തിലെത്തിയത്. ലാൻഡിംഗ് പോയിന്റിൽ വെച്ച് കൃത്യമായ ടൈമിംഗിൽ ഡ്രോൺ ഹെലികോപ്റ്ററിൽ ഇടിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആ ഹെലികോപ്റ്റർ വെറും ചാരമായി മാറുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ യുക്രൈനിയൻ നേവി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്.